സന്ദീപ് വാര്യർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഈ ഒരു BBC ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്ന ആ ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് കോൺഗ്രസിനകത്ത് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. ഇപ്പോൾ അനിൽ ആന്റണി, കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അദ്ദേഹത്തിൻ്റെ രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? സത്യത്തിൽ കോൺഗ്രസിനോട് വലിയ സഹതാപമാണ് തോന്നുന്നത്. കോൺഗ്രസിന്റെ നേതാക്കളോട് വലിയ സഹതാപമാണ് തോന്നുന്നത്. വാസ്തവത്തിൽ അനിൽ ആന്റണി അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിലപാട്, ആ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് ഓരോ ദേശസ്നേഹികളും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ആ ഉയർത്തിപ്പിടിച്ച നിലപാട് ഒരു രാജ്യത്തിന്റെ നിലപാടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ആഭ്യന്തര വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇത് സംബന്ധിച്ച് ഒരു വിദേശ മാധ്യമം, വിദേശ രാജ്യത്തിന്റെ ഫണ്ടിങ്ങിൽ പ്രോത്സാഹിപ്പിക്കുന്ന വിദേശ മാധ്യമം നടത്തുന്ന അഭിപ്രായ പ്രകടനം നമ്മുടെ നാട്ടിൽ ആഭ്യന്തരമായിട്ട് ഏത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഒരു വിദേശ മാധ്യമത്തിന് നമ്മുടെ രാജ്യത്തെ ഒരു ആഭ്യന്തര വിഷയത്തിൽ നമ്മുടെ സുപ്രീം കോടതി ഇടപെട്ട് തീരുമാനമുണ്ടാക്കിയ വിഷയത്തിൽ അഭിപ്രായം പറയാൻ എന്ത് അവകാശമാണുള്ളത്? അങ്ങനെ ഒരു കീഴ്വഴക്കം നമ്മൾ അനുവദിച്ചു കൊടുത്താൽ അത് എത്രമാത്രം മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാവും പിന്നീട് എത്തിച്ചേരുക. വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് അനിൽ ആന്റണി ആ കാര്യത്തിൽ സ്വീകരിച്ചത്. BJPയുമായി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ BBC എന്ന് പറയുന്ന വിദേശ മാധ്യമത്തിന് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ല എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും സുചിന്തിതമായിട്ടുള്ള വിദേശ നയം, ആ വിദേശ നയമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ നയം പറയുന്ന സമയത്ത് അതിനെ വിമർശിക്കുകയും അനിൽ ആന്റണിയെ ഒറ്റപ്പെടുത്താനുമാണ് കോൺഗ്രസുകാർ ശ്രമിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തെ, അനിൽ ആന്റണിയെ പോലെ ഒരു AK ആന്റണിയുടെ മകൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തോട് കോൺഗ്രസിന്റെ നേതൃത്വം നീതി ചെയ്തിട്ടില്ല എന്നുള്ള തോന്നലാണുള്ളത്. പ്രത്യേകിച്ച് വലിയൊരു ആക്രമണം, ഒരു സൈബർ ആക്രമണം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ അനിൽ ആന്റണിക്കെതിരെ ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നു. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഇവിടെ നേരത്തെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ശശി തരൂർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി ചെയ്ത ഒരു പ്രസംഗമുണ്ട്. അത് വളരെ പ്രസിദ്ധമായിരുന്നു. അത് ആൻ എറ ഓഫ് ഡാർക്ക്നെസ് എന്ന പേരിൽ ശശി തരൂർ അത് പ്രസിദ്ധീകരിച്ചു, പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. നോക്കൂ, ആ പ്രസംഗം ശശി തരൂർ ചെയ്ത സമയത്ത് ശശി തരൂരിനെ ആരാണ് അഭിനന്ദിച്ചത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ അഭിനന്ദിച്ചു, നരേന്ദ്രമോദി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. എന്തിനാ അഭിനന്ദിച്ചത്? കാരണം ശശി തരൂര് നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയോട് ചെയ്ത അനീതികൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു. അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി അദ്ദേഹം നടത്തിയപ്പോ വളരെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അപ്പുറം ശശി തരൂരിനെ അഭിനന്ദിക്കുന്ന കാഴ്ച കണ്ടില്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? നമ്മുടെ രാജ്യം ചില വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായിട്ടല്ലേ അഭിപ്രായം പറയേണ്ടത്? ഇവിടെ വിദേശ ശക്തികൾ, വിദേശ മാധ്യമങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും ഡോക്യുമെന്ററികൾ, കണ്ട ഡോക്യുമെന്ററികൾ ഉണ്ടാക്കി ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് രാജ്യത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കേണ്ട കോൺഗ്രസ് കേവലമായ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി, നരേന്ദ്രമോദിയോടുള്ള വിരോധം, BJPയോടുള്ള വിരോധം മുൻനിർത്തി ഈ വിദേശ മാധ്യമത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ വിദേശ മാധ്യമത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, BBCക്കെതിരായിട്ട് നേരത്തെ തന്നെ നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ തന്നെ MP മാരായിരുന്നല്ലോ. ഇവിടെ BBCയുടെ സംപ്രേഷണം ഇന്ത്യയിൽ നിരോധിച്ചത് ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ നേരത്തെ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ എവിടെയുണ്ട് എന്നുള്ളത് മറക്കരുത്. ഇപ്പോ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന അനിൽ ആന്റണിയുടെ നിലപാട്, ആ നിലപാട് തീർച്ചയായും ശ്ലാഘനീയമാണ്. അദ്ദേഹത്തിന് രാജിവെക്കാനിടയായ സാഹചര്യം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ എക്കാലത്തും അത് ഒരു കറുത്ത മറുകായി അവശേഷിക്കും. ഈ ഡോക്യുമെന്ററിയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡോക്യുമെന്ററി അതിനൊരു നിരോധനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അതെ, ഡോക്യുമെന്ററിയുടെ നിരോധനമോ ഇല്ലയോ എന്നുള്ളതല്ല. ആ ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് തികച്ചും രാജ്യവിരുദ്ധമാണ്. ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടനെ മറികടന്നുകൊണ്ട് ലോക സാമ്പത്തിക ശേഷിയിൽ മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് ആ വലിയ തോതിലുള്ള ഒരു ബ്രിട്ടീഷ് ഒരു മനോഭാവമുണ്ട്, ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള മനോഭാവമുണ്ട്. ആ സാമ്രാജ്യത്വ മനോഭാവമാണ് ഇതിൽ നേളിക്കുന്നത്. എന്തിന് ഋഷി സുനക്കിനെതിരായി പോലും ആ മനോഭാവം BBC കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ നിലപാടുണ്ടല്ലോ. ആ നിലപാട്, ആ ഋഷി സുനക്കിന്റെ സ്ഥാനാരോഹണത്തോട് പോലും വാസ്തവത്തിൽ ഇവർ സ്വീകരിക്കുന്നത് ഒരു സാമ്രാജ്യത്വ നിലപാടാണ്. അതിന്റെ പഴയ സാമ്രാജ്യത്വത്തിന്റെ
ചില ചില ഘടകങ്ങൾ ഇപ്പോഴും ഇവരുടെ രക്തത്തിലൊക്കെ ഉണ്ട്. നോക്കി ഇപ്പോഴും ബ്രിട്ടനിൽ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്താ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഈ BBC-യിലൊക്കെ നടക്കുന്ന ചർച്ചയാണ്. ബ്രിട്ടൻ ഇന്ത്യക്ക് എയ്ഡ് കൊടുക്കേണ്ടതുണ്ടോ? സ്വന്തമായി വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കുന്ന ഇന്ത്യ, യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടി പണം ചെലവാക്കുന്ന ഇന്ത്യക്ക് ബ്രിട്ടൻ സഹായം കൊടുക്കുന്നത് നിർത്തണം എന്ന് വലിയ തോതിലുള്ള ചർച്ച നടത്തുന്ന ഒരു സ്ഥാപനമാണ് BBC. നമ്മൾ കേൾക്കുന്ന ആളുകൾ കരുതും ബ്രിട്ടന്റെ സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന്. ഇന്ത്യയുടെ ടോട്ടൽ ബജറ്റ് നോക്കുമ്പോൾ, ഇന്ത്യയുടെ GDP നോക്കുമ്പോൾ ഈ ബ്രിട്ടീഷ് എയ്ഡ് എന്ന് പറയുന്നത് പീനട്സ് മാത്രം, ഒന്നുമല്ല. നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ബ്രിട്ടനിൽ നിന്ന് നേരിട്ട് ഒരു സഹായവും വാങ്ങുന്നുമില്ല. ബ്രിട്ടൻ ചില NGO-കൾ മുഖേന അവർ ലോകത്ത് പല സ്ഥലത്തും നടത്തുന്ന സാമ്പത്തിക സഹായത്തിന്റെ ഭാഗമായി NGO-കൾക്ക് സഹായിക്കുന്നുണ്ടാകാം. പക്ഷെ അവർ കൊണ്ടുവന്ന് വെക്കുന്ന ആഖ്യാനം എന്ന് പറയുന്നത് ബ്രിട്ടൻ എന്തോ വലിയ തോതിൽ ഇന്ത്യക്ക് എയ്ഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്, സഹായം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടത് ചർച്ചയാക്കുകയാണ്, ഇന്ത്യ വിരുദ്ധ ചർച്ച നടത്തുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ശശി തരൂർ ആ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ രാസവള സബ്സിഡി, ഇന്ത്യ ഗവൺമെന്റ് ഒരു വർഷം കൊടുക്കുന്ന രാസവളത്തിന്റെ സബ്സിഡിയുടെ 10,000-1 ലക്ഷത്തിലൊന്ന് പോലും ആകുന്നില്ല ഈ ബ്രിട്ടൻ എയ്ഡ് എന്ന് പറയുന്നത്. അത് വെച്ച് നിങ്ങൾ വലിയ ചർച്ച നടത്തി ഇന്ത്യക്കെതിരായിട്ടുള്ള ചർച്ച നടത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, രാജ്യത്തിനെതിരായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത്, വിദേശ മാധ്യമങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ആ വിദേശ മാധ്യമത്തിന്റെ ഡോക്യുമെന്ററികൾ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് തീർത്തും തരംതാണ നിലപാടാണ്. ഞാൻ ചോദിക്കട്ടെ, നാളെ കാശ്മീർ വിഷയത്തിലോ നോർത്ത് ഈസ്റ്റിലെ വിഷയത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ BBC ഇതുപോലെയുള്ള ഡോക്യുമെന്ററികളുമായി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വിദേശ മാധ്യമം ഇതുപോലെയുള്ള ഡോക്യുമെന്ററികളുമായി വരികയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെയൊക്കെ നിലപാട് ഇത് തന്നെയായിരിക്കുമോ? അറിയാൻ താല്പര്യമുണ്ട്. കോൺഗ്രസ് ഒന്നുമില്ലെങ്കിലും ഈ രാജ്യം ഭരിച്ച പാർട്ടിയല്ലേ, 10-60 വർഷക്കാലം ഈ നാട് ഭരിച്ച പാർട്ടിയല്ലേ. CPM-ഓ മറ്റേതെങ്കിലും ചെറുകിട പാർട്ടികളോ യാതൊരു തരത്തിലും ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ എടുക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നത് ശരിയാണോ? ഇവിടെ അനിൽ ആന്റണി എടുത്ത നിലപാട് വാസ്തവത്തിൽ വളരെ പ്രശംസനീയമായിട്ടുള്ള നിലപാടാണ്, ശ്ലാഘനീയമായിട്ടുള്ള നിലപാടാണ്. അത് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ്. തീർച്ചയായും വളരെ സന്ദീപ് വാര്യരാണ് ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചത്. അങ്ങയുടെ നിലപാട് അങ്ങ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനിൽ ആന്റണിയുടെ നിലപാട് ശ്ലാഘനീയം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ നിലപാട്